ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തേത് ഷൂട്ടിങ്ങിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ്. അതായത് ഞങ്ങളുടെ നാട്ടിൽ നടന്ന ഷൂട്ടിങ്ങാണ് കേട്ടോ ഇത്. പൊർത്തുശ്ശേരി കല്ലട ഭഗവതി ക്ഷേത്രത്തിൻ്റെ പരിസരത്താണ് ഈ ഷൂട്ടിംഗ് നടക്കുന്നത്. മഞ്ജു വാര്യരും മുകേഷും അങ്ങനെ കുറച്ച് നടന്മാരൊക്കെയാണ് ഈ ഫിലിമിലുള്ളത്. അപ്പോൾ അവർ ഇവിടെ കണ്ടില്ലേ, ഒരു സെറ്റൊക്കെ ഇട്ടിട്ടുള്ള ഒരു ചായക്കടയുടെ നല്ല അടിപൊളിയായിരുന്നു. ഒറിജിനാലിറ്റി, നല്ല ഒറിജിനാലിറ്റി ഉണ്ടായിരുന്നു. ശരിക്കും എല്ലാവരും തെറ്റിദ്ധരിച്ചത്, ഷൂട്ടിംഗ് ഉണ്ടെന്ന് അറിയാത്തവർ വിചാരിച്ചത് പുതിയൊരു ചായക്കട അവിടെ തുടങ്ങിയെന്നാണ്. ഇത് ഞാനും ചേട്ടനും കൂടിയാണ് ഷൂട്ടിംഗ് കാണാനായിട്ട് പോയത്. അവരുടെ സെറ്റാണ് കണ്ടില്ല, അവരൊക്കെ റെഡിയാക്കി വെക്കുകയാണ്. ഓൾറെഡി മഞ്ജു വാര്യർ അവിടെ ഉണ്ട്, അപ്പോൾ മേക്കപ്പ് ചെയ്യാൻ പോയിരിക്കുകയാണ്. അതിനിടയിലാണ് മുകേഷ് ഏട്ടൻ വന്നത്. അപ്പോൾ എടുത്ത ഒരു ഫോട്ടോ ആണ് കേട്ടോ ഇത്. ആള് മേക്കപ്പ് ഇടാനായിട്ട് പോയിട്ട് പിന്നെ നമ്മളായിട്ട് ഫോട്ടോസൊന്നും എടുക്കില്ല, അതിന് മുൻപ് എടുത്ത ഫോട്ടോയാണ്. അത് കഴിഞ്ഞതാ ഇത് ഈവനിങ്ങിലെ കുറച്ച് ഭാഗമാണ് കേട്ടോ. കണ്ടില്ലേ മഞ്ജു ചേച്ചിനെ മേക്കപ്പ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് മഞ്ജു ചേച്ചിയുടെ അഭിനയം അടിപൊളിയായിരുന്നു കേട്ടോ. നമുക്ക് അഭിനയിക്കേണ്ട ഒന്നും വീഡിയോ എടുക്കാനായിട്ട് പറ്റില്ല, കാരണം അത് അലൗഡ് അല്ല. ഇത് ഞാൻ അതിൻ്റെ ഇടയിൽ കുറച്ച്, അതായത് റെസ്റ്റിംഗ് ടൈമിൽ എടുത്ത കുറച്ച് ക്ലിപ്സാണ്. നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ മഞ്ജു ചേച്ചിയുടെ അഭിനയം. നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല, കാരണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു റിയാലിറ്റി ഉണ്ടല്ലോ, അത് മനസ്സിലാക്കുമ്പോഴാണ് അത്രയും ആളോടുള്ള ആരാധന കൂടി വരിക. അപ്പം അതൊക്കെ കഴിഞ്ഞ് ആൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഞങ്ങളുടെ കൂടെ ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇരുന്ന് ലുക്കാണ് കേട്ടോ ഇത്. സത്യം പറഞ്ഞ മഞ്ജുച്ചിനെ ഈ ലുക്കിൽ കണ്ടപ്പോൾ എന്താ പറയുക, നമുക്കൊരു കുളിര് വരാന്ന് പറയില്ല, ഒരു രോമാഞ്ചമായിരുന്നു ഞങ്ങൾക്കൊക്കെ. ഇത്രയധികം ആൾക്കാരുള്ള കാരണം കൊണ്ട് ഓരോരുത്തർക്കായിട്ട് സെൽഫി എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങളുടെ കൂടെ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാനായിട്ട് മഞ്ജു ചേച്ചി വന്നു. ഭയങ്കര സിമ്പിളായിട്ട് ഇപ്പം എല്ലാവർക്കും കൈ തന്ന് ഷേക്കൻ്റെ ഒക്കെ തന്ന് കുഞ്ഞു പിള്ളേരെയൊക്കെ തലോടിയിട്ടൊക്കെയാണ് ആളവിടെ നിന്നത്. പിന്നെ അവരുടെ ക്രൂ നമ്മളോട് നന്നായിട്ട് സഹകരിച്ചു. അവരാണ് നമുക്ക് ഈ ഫോട്ടോസൊക്കെ എടുത്ത് തരുന്നത്. നമുക്ക് മഞ്ജു ചേച്ചിയുള്ള ഒരു ആരാധന കണ്ടിട്ടാണ് കേട്ടോ അവരിതൊക്കെ ഹെൽപ്പ് ചെയ്ത് തന്നത്. കണ്ടില്ലേ, ആളുടെ അപ്പുറത്ത് ഞാനാണ് കേട്ടോ നിൽക്കുന്നത്. എനിക്ക് അങ്ങനെ അതിനുള്ളൊരു ഭാഗ്യം ഉണ്ടായി. ആളുടെ കയ്യിലൊക്കെ പിടിച്ചിട്ടാണ് ഞാനവിടെ നിൽക്കുന്നത്. എനിക്ക് വളരെ സന്തോഷമായി. ഷേക്കിൻ്റെ ഒക്കെ തന്ന് കത്താനൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ മഞ്ജു ചേച്ചി അവിടെ നിന്ന് പോയത്. ഞാനിപ്പോൾ എന്താ മഞ്ജു ചേച്ചിനെ കുറിച്ച് പറയുക, അത്രയ്ക്ക് സിമ്പിളാണ് കേട്ടോ. ആള് അഭിനയിക്കുമ്പോഴാണെങ്കിൽ അടിപൊളിയാണ്, അത് കഴിഞ്ഞിട്ടുള്ള പെരുമാറ്റമാണെങ്കിലും അത്രയ്ക്ക് നല്ലൊരു പെരുമാറ്റമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.